മനുഷ്യരിൽ ചിലരൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ കഴിയാതെ വിഷമിക്കുന്നതിന് പ്രധാന കാരണം അവർ ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായി മനസ്സിൽ നിലനിർത്തുന്നത് കൊണ്ടാണ്. ഈ പ്രപഞ്ചശക്തി നമ്മുടെ മനസ്സിലൂടെയാണ് നമ്മുടെ ജീവിതം നൽകുന്നത്. നമ്മുടെ മനസ്സിലൂടെ കടത്തിവിടുന്ന ചിന്തകളിലൂടെയാണ് നമുക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ പലരും കരുതുന്നത് പോലെ അത് വെറും യാദൃച്ഛികമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയുമില്ലാതെ റാണ്ടമായിട്ടോ സംഭവിക്കുന്നതല്ല നമ്മുടെ ജീവിതാനുഭവങ്ങൾ. പലരും നല്ല ആളുകളായിരുന്നിട്ടും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളിൽ നല്ലൊരു ശതമാനം അവരുടെ പ്രശ്നങ്ങളിൽ ചുറ്റിപ്പറ്റി ആയിപ്പോകുന്നത് കൊണ്ടാണ് അവരുടെ മനസ്സിന് ആ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ ബാധ്യതകളെക്കുറിച്ചുള്ള ടെൻഷനും ആശങ്കകളും നിറഞ്ഞ ചിന്തകൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ നിലനിർത്തിയാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് സമാനമായ ടെൻഷനും ആശങ്കകളും നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ കൂടുതലായി മാനിഫെസ്റ്റ് ചെയ്യാനാണ് നോക്കുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ള നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും മനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലൂടെ മനസ്സിന് സന്തോഷവും ആശ്വാസവും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ ആശ്വാസത്തെയും സന്തോഷത്തെയും നിങ്ങളുടെ ഉപബോധ മനസ്സ് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. അതായത് അതിന് ഉതകുന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരും. അതിൽ തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക ബാധ്യത മാറുന്നതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാകും. ഈ രീതിയിൽ വേണം നമ്മൾ ജീവിതത്തെ നയിക്കേണ്ടതെന്നാണ് യൂണിവേഴ്സിന്റെ സിസ്റ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിലെ ചെറുതെങ്കിലും ഉള്ള നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും മനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലൂടെ മനസ്സിൽ പോസിറ്റീവ് ഫീലിംഗ് കൊണ്ടുവന്നുകൊണ്ട് ഉപബോധ മനസ്സിലൂടെ ആ ഫീലിങ്സിനെ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് ആ ഫീലിങ്സിന് സമാനമായ ജീവിതാനുഭവങ്ങളെ കൂടുതലായി മാനിഫെസ്റ്റ് ചെയ്യുക. ഈ രീതിയിൽ വേണം നമ്മൾ ജീവിതത്തെ ഉയർത്തിയെടുക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ആ കഴിവുണ്ട്. എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.